ടൊമാറ്റോ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്ന് മീനില്ലാത്തൊരു മീൻകറി വെച്ചാലോ? അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം നല്ലോണം പൊട്ടി അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇടാം. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിൽ ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. സവോള നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ വഴറ്റുക. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് കുറച്ച് പൊടികൾ ചേർക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, അതും നല്ലതുപോലെ ഇളക്കുക. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വരുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കാതെ പച്ചവെള്ളം ആരും ഒഴിച്ചോളേ, കുറച്ച് മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയ കുടംപുളി 3 കഷ്ണം ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാനേ. വെക്കാം. കറി നന്നായിട്ട് തിളക്കട്ടെ. കറിയെല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു. പനീറെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഒരു മിനിറ്റും കൂടി ഇരിക്കട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കുക. പത വരുമ്പോഴത്തേക്ക് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നല്ലതുപോലെ പത വന്നിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കമൻറ്റിലൂടെ.